ടൈപ്പിൽ സ്ഥിരം വരുന്ന കമന്റ്സിലൊന്നാണ്, അതായത് സ്റ്റുഡൻസ് പിള്ളേർ ഭയങ്കര ഇതാണ്, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അങ്ങനെ പല പല ഇഷ്യൂസ്. അതായത് പറഞ്ഞു വരുന്ന കമന്റുകൾ, പല കമന്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ഇവിടെ ജീവിക്കാനായിട്ടേ അല്ല വരുന്നതെന്നുള്ളൊരു അപ്രോച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിനോട് തന്നെ ചോദിക്കാം. അപ്പം നമ്മളോട് ഇന്നുള്ളത് ശരത്താണ്. ശരത്ത്, നമസ്കാരം. നമസ്കാരം. ശരത്ത് ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന ഒരാളാണ്. അതെ അതെ. പക്ഷെ അവിടെ സ്റ്റുഡൻറ് ലൈഫിനെ കുറിച്ച് പറയാൻ കൃത്യമായി ശരത്തിനൊരു കാര്യബോധമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പം ശരത്തിന്റെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയൊക്കെ ആണോ ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഇതാണോ ഒരു സ്റ്റുഡൻസിന്റെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ചില കാര്യങ്ങളിൽ നമുക്ക് ആധികാരികമായിട്ട് ആരെയും കുറ്റം പറയാനുള്ള പറ്റില്ല. കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ. നാട്ടില് ഒന്നെങ്കിൽ ഒരുപാട് പഠിച്ചിട്ടും ജോലി കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കാരണം ഇവിടെ കയറി വരുന്ന ആൾക്കാരുണ്ടാവാം. പിന്നെ വീട്ടിലെ സാഹചര്യം കൊണ്ട് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാകാം. അവരുടെയൊക്കെ ഉള്ളിൽ ഇവിടെ വന്നിട്ട് ഒരു നല്ല ലൈഫ് തന്നെ ആയിരിക്കും മനസ്സിൽ. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒരു +2 കഴിഞ്ഞ ഒരു ആൾ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് നേരെ ഒരു ഏജൻസിയെ ചെന്ന് സമീപിക്കുമ്പോൾ അവര് ഫ്രണ്ടിലോട്ട് വയ്ക്കുന്നത് 2-3 ഓപ്ഷൻ ആയിരിക്കും. കാരണം പെട്ടെന്ന് അവർക്ക് ആളെ ഇവിടെ നിന്ന് കടത്തി വിടണം, അല്ലെങ്കിൽ അവർക്ക് കമ്മീഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 കോഴ്സുകൾ അവർ പ്രിഫർ ചെയ്ത് പറഞ്ഞു കൊടുക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് അതിന്റെ സാധ്യതകൾ നോക്കാതെയൊക്കെ വരുന്നത്. കാരണം അതൊരു പ്രായമാണ്, +2 കഴിഞ്ഞിട്ട് അതെ, കൃത്യമായിട്ടൊരു ലൈഫ് പ്ലാൻ ചെയ്യാനുള്ള ഒരു പ്രായമല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു വരാൻ ഒരു 2-3 വർഷം എടുക്കും. ഇതിനിടയിൽ അവരുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസയ്ക്ക് ഒരു ഇത് കാണില്ല. കാരണം നമുക്കറിയാലോ ഇവിടുത്തെ മൂല്യവും നാട്ടിലെ കാശിന്റെ മൂല്യമൊക്കെ. അപ്പൊ അവര് ഒരു വലിയൊരു എമൗണ്ട് തന്നെ അവർക്ക് ഇവിടെ ചിലവാകും. അതായത് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു കോഴ്സ് 3 വർഷത്തെ ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ 50 ലക്ഷം രൂപ ചിലവുണ്ട്. പിന്നെ ഇവിടുത്തെ പിന്നെ 3 വർഷത്തെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും ചിലവ് വരും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ വന്നതിന് ശേഷമുള്ള അതിന്റെ പിന്നെ അവരുടെ ജീവിത ചെലവുകൾ വളരെയധികമാണ്. നമുക്കറിയാം 20 മണിക്കൂർ മാത്രമേ അവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ എങ്ങനെ പോയാലും 20 മണിക്കൂർ വർക്ക് ചെയ്ത ഒരു 800 പൗണ്ട് 900 പൗണ്ട്സ് അത്രയൊക്കെ നമുക്ക്. ഇതുകൊണ്ട് എങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ളൊരു ചോദ്യം കിടപ്പുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഇപ്പൊ ഇന്നത്തെ UK സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് ഒരു പാർട്ട് ടൈം ജോലി കിട്ടുക എന്നുള്ളത് കുറച്ച് പ്രയാസപ്പെട്ട. ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 3 മാസം പിടിക്കും ഒരു നല്ലൊരു ജോലി, നല്ലൊരു പാർട്ട് ടൈം ജോലി കണ്ടെത്താനായിട്ട്. പിന്നെ അത് വെച്ചിട്ട് കുറച്ച് ചിലവുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകും. കറക്റ്റായിട്ട് ഷിഫ്റ്റുകളും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിന് 3 വർഷം സമയമെടുക്കും. ഏകദേശം ഒരു 3 വർഷത്തെ പ്രോസസ്. നമുക്കൊരു ജീവിതം പഠിക്കാം എന്നുള്ള രീതിയിൽ UK വന്നെത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ജീവിതം പഠിക്കാൻ പറ്റും. കാരണം എല്ലാ ബിൽസും നമ്മൾ അറിയേണ്ടി വരും. നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ സേഫ് ആണ്. നമ്മുടെ ഒരു കംഫർട്ട് സോണിനകത്താണ്. അപ്പൊ അവിടെ നിന്ന് നമ്മളിങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ജീവിതം എന്താണെന്ന് കുറച്ചുകൂടി ഒരു വിഷൻ ഉണ്ടാവും ജീവിതത്തെ പറ്റി. മനസ്സിലായി. അതായത് ചുരുക്കത്തിൽ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് സ്ട്രഗിൾ പ്രോസസ് ഉണ്ടാവും. നമുക്ക് ഒരു ലക്ഷ്യമില്ലാതെ വരികയാണ്. സ്ട്രഗ്ലിംഗ് തന്നെയാണ്, കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രഗ്ലിംഗ് തന്നെയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്ക് ശരത്തിലോട്ട് വരാം. ശരത്ത് ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് വന്നു. റഫ്ലി എത്ര എക്സ്പെൻസ് ഒക്കെ വന്നായിരുന്നു ആ ടൈമിൽ? ഞാൻ MSc ആണ്. എന്റേത് വേറൊരു കാറ്റഗറിയാണ്. ഞാൻ നാട്ടിലെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, നല്ലൊരു കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് 1-2 വർഷം കഴിഞ്ഞു അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോ എന്റെ കാര്യം നേരെ തിരിച്ചാണ്. അതാണ് ഞാൻ +2 കാറ്റഗറിയും പിന്നെ MSc കാറ്റഗറി മാറ്റി. ഞാൻ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ ശരത്ത് ഇവിടെ വരുന്നതിന് മുമ്പേ ഒന്ന് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പൊ MSc ചെയ്യാൻ വരുന്നവർ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ കൊണ്ടായിരിക്കും വരുന്നത്. അവര് 1 വർഷവും പിന്നെ കോഴ്സും 2 വർഷത്തെ സ്റ്റേ ബാക്കും കണക്കാക്കി വരുന്നവരായിരിക്കും. അപ്പോൾ 1 വർഷം കണ്ടു തന്നെ ആ കോഴ്സിന്റെ ആ ഡ്യൂറേഷൻ കഴിയുന്നു. മറ്റത് 3 വർഷം എടുക്കുന്നു കോഴ്സിന്റെ ഡ്യൂറേഷൻ കഴിയും. അത്രയും കാലം ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലോട്ട് അവര് ചെന്നുവിടുന്ന ഒരു അവസ്ഥയാണ്. മറ്റേ നമ്മളാണെങ്കിൽ അത് 1 വർഷം കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത ജോലിയിലോട്ട് കിടക്കുകയാണ്. നമുക്കപ്പോ ഇൻകം ജനറേറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ വേറൊരു ജോലി കണ്ടുപിടിക്കാം. പഠിച്ച ഫീൽഡിൽ പലരും ചിലപ്പോൾ എടുക്കുന്ന കോഴ്സ് തെറ്റിപ്പോവാറുണ്ട്. ഇപ്പം നമുക്കറിയാം UK ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഒന്ന് എഞ്ചിനീയറിംഗ്, IT, പിന്നെ ടെലികോം ഡിപ്പാർട്ട്മെന്റ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് NHS ഫീൽഡാണ്, അതായത് മെഡിക്കൽ ഫീൽഡ്. അങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം സാധ്യതയുണ്ട്. അതെ. പക്ഷെ ഇതിൽ പലരുമേ ഞാൻ ചോദിക്കുന്നത്, ലൈഫിൽ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരിക്കാം. ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും സ്പോൺസർഷിപ്പുള്ള കാര്യങ്ങൾ കിട്ടാതെ
പല മേഖലകളിലേക്ക് മാറി പോകുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു സത്യം പറഞ്ഞ റോങ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ ലൈഫിൽ? കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ നമ്മൾ നല്ല വൈസായിട്ട് നമ്മൾ ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ച് തന്നെ എടുക്കണം. ഈ ഇവിടെ വരുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതൊക്കെ കണ്ടെത്താനുള്ള ഒരു ശ്രമം, അതാണ് എല്ലാവരും ഭാഗത്തു നിന്നുണ്ട്. ആ ശ്രമം എവിടെ പരാജയപ്പെട്ടു പോകുന്നു അവിടെ നിന്നാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളിലോട്ടൊക്കെ ചെന്നപ്പെടുന്നത് ആൾക്കാർ. ജീവിക്കാനുള്ള എല്ലാവരും ഒരു സ്ട്രഗിളിംഗ് ആണ്, അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന സ്ട്രഗിളിംഗ് ആണ് ബാക്കിയെല്ലാം. മനസ്സിലാവും. അതെ അതെ. അപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ PSW കാറ്റഗറി ഓപ്ഷൻ ഉണ്ട്, നമുക്കറിയാം. അപ്പോ അത് ഈ ഇടയ്ക്കായിട്ട് അതൊക്കെ എന്തോ മാറുന്നതായിട്ടോ അതിന്റെ ഉണ്ട്, അതെന്താണ്, അതിനെ കുറിച്ചൊരു അറിയാമോ? അതെ, PSW ആദ്യം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ നേരത്തെ തന്നെ ഇപ്പൊ ഇമിഗ്രൻസിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് PSW ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷെ PSW-ന് അപ്പുറം ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്വന്തം വൈഫിന് കുട്ടികളെ ഇവിടെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിനെ കൊണ്ടുവരാനോ ഒക്കെ ഉള്ള റെസ്ട്രിക്ഷൻസ് ഇപ്പം ഭയങ്കരമായിട്ട് ഇവിടെ നിലവിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പഠിത്തം കഴിഞ്ഞിട്ട് ഒരു വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ ത്രഷോൾഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്കിപ്പോൾ ഇത്ര 1000 രൂപ അല്ലെങ്കിൽ ഇത്ര 1000 പൗണ്ട് നമ്മുടെ വർഷ വരുമാനം കാണിച്ചാൽ മാത്രമേ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടൂ. ആ ത്രഷോൾഡ് അതിപ്പം 25,000 പൗണ്ടാണ് ഒരു വർഷത്തെ നമ്മുടെ സാലറി എന്ന് വെച്ചോ. ആ ത്രഷോൾഡ് ഇപ്പൊ കൂട്ടി കഴിയും. അത് ഋഷി സുനകിന്റെ ഭരണ സമയത്ത് അവരത് കൂട്ടിയായിരുന്നു. അതിപ്പോ വീണ്ടും കൂട്ടാനുള്ള ഒരു ശ്രമമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതെ, ഇമ്പോസിബിൾ ആക്കുകയാണ്. കാരണം ഇപ്പം തയ്യാറാണെങ്കിൽ കമ്പനി സ്പോൺസർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കൂടിയും അവർക്ക് വിസ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അതായത് ഇത്രയും വേജ് കൊടുത്താൽ മാത്രമേ അവർക്ക് വിസ കൊടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ കൂടുതലായിട്ട് ഇവിടെയുള്ള ആൾക്കാരെ തന്നെ കണ്ടെത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ആ ഒരു പ്രശ്നമുണ്ട്. അത് ശരി. അല്ല, ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇതിനു മുമ്പേ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു 10-13 വർഷം മുമ്പേ ഇതേപോലെ സ്റ്റുഡന്റ് വേവ് ഉണ്ടായിരുന്നു. ആ സമയത്ത് വന്നവരൊക്കെ ഇന്നെല്ലാം നല്ല നിലയിലാണ്. ഞാൻ എന്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയാണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡന്റ് കാറ്റഗറിയിൽ വന്നവർക്കുള്ള ഒരു ഫയർ ഒരു വർക്ക് വിസയിൽ വന്നിട്ടുള്ളതിന് ഞാൻ കണ്ടിട്ടില്ല പൊതുവെ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ലക്ഷ്യബോധത്തോടെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായ 2 രീതിയിലാണ് അല്ലെ. ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നീ ഗീവ് അപ്പ് ചെയ്യാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം. ഈ ഗീവ് അപ്പ് ചെയ്യാന്ന് പറയുന്നവർ പല പ്രശ്നങ്ങളിലും പോയിപ്പെടുന്നു. മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നും നല്ല നിലയിലേക്ക്. പല സ്റ്റുഡൻസും എനിക്ക് മനസ്സിലായിടത്തോളം ബിസിനസ്സിലായാലും പല വെഞ്ചേഴ്സിലോട്ടും ഓപ്പർച്യൂണിറ്റീസ് പുതിയ അല്ലെങ്കിൽ ജോലി മേഖലകളിലും കയറിയത് ഞാൻ വാർത്തകൾ ഉൾപ്പെടെ വായിക്കുന്നുണ്ട് UK. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? ഒരുപാട് ആൾക്കാർ പല മേഖലകളിലും നമ്മുടെ മലയാളീസിനെ തന്നെ എടുക്കാം. ഒരുപാട് പേര് നല്ല നല്ല മേഖലകളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു NHS പോയാലും ഡോക്ടർമാരായാലും അവരിവിടെ വരുന്നത് ഒരു പിന്നെ MBBS ഡിഗ്രിയോടുകൂടി വന്നിട്ട് ഇവിടെ പ്ലേബ് എഴുതാം എന്നൊക്കെയുള്ള ഒരു കാൽക്കുലേഷനിലായിരിക്കും അവർ ഇവിടെ വരുന്നത്. അതായത് ഫാർമസിസ്റ്റ് ആയാലും ഇവിടെ ഓസ്താപ്പ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, അവർക്ക് അത് എഴുതിയെടുക്കാം എന്നൊക്കെയുള്ള ഒരു കാൽക്കുലേഷനിൽ അങ്ങനെ വരുന്നവർ, ഒരു കാൽക്കുലേഷനിലൂടെ വരുന്നവർ അവർ ആ റൂട്ടിൽ കൂടി സഞ്ചരിക്കുകയും അവർ പിന്നീട് അത് കറക്റ്റ് ആയിട്ട് അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. അതൊരു ലക്ഷ്യബോധത്തോടു കൂടി പോകുന്നതിന്റെ ഒരു കാര്യമാണ്. മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇനി വരാൻ സ്റ്റുഡൻസ് നിൽക്കുന്നവരുണ്ടാവാം, ഇപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടാവും, അവരോട് എന്താണ് ശരത്തിന് പറയാനുള്ളത്? വരണ്ടെന്നാണോ? അല്ലല്ല, വരണ്ട എന്നുള്ളത് അവരെ തീരുമാനമാണ്. നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യം പല എടുത്തു ചാടാതിരിക്കുക. പലരും നമ്മൾ പല കാര്യങ്ങളും പറയും. ഇവിടുത്തെ സാഹചര്യം, UK-യുടെ എന്താണ് ഇവിടുത്തെ സാഹചര്യം, അത് ആദ്യം മനസ്സിലാക്കുക. അതിനുവേണ്ടി നമ്മൾ ഏത് കോഴ്സ് എടുത്താൽ നമുക്ക് എവിടെ എത്തണം എന്നൊക്കെയുള്ള കാൽക്കുലേഷനോടുകൂടി വരിക. അതെ അതെ അതെ, ഒരു ലോങ് ടേം പ്ലാനോട് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു രീതിയിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും UK-യിൽ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം കൂടെ, അതായത് സ്റ്റുഡന്റ് ലൈഫിലെ സ്ട്രഗിൾസ് എന്ന് ശരത് പറഞ്ഞു. സ്ട്രഗിൾസിനെ കുറിച്ച് ഒന്ന് എലാബറേറ്റ് ചെയ്യുക. എന്താണ് സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ട്രഗിൾ ലൈഫ് ഉണ്ടാവും എന്ന് പറയുന്നത്? ഇവിടെ വന്ന് ആദ്യം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർട്ട് ടൈം ജോലിയാണ് ആദ്യത്തെ സ്ട്രഗിൾ. ആ പാർട്ട് ടൈം ജോലിക്ക് എത്രത്തോളം സമയം എടുക്കുന്നോ അത്രത്തോളം നമ്മളെ നാട്ടിൽ നിന്നുള്ള കറൻസി ഇങ്ങോട്ട് വരേണ്ടി വരും. മനസ്സിലായി. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. നമ്മുടെ ഇവിടുത്തെ ബിൽസ്, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, പിന്നെ റെന്റ്, അങ്ങനത്തെ ബിൽസ് എല്ലാം നമുക്ക് പേ ചെയ്ത് പോകണം മാസം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാർട്ട് ടൈം ജോലി അനിവാര്യമാണ്. നമുക്ക് ലീഗലി ഒരു 20 മണിക്കൂറിനപ്പുറത്തേക്ക് ചെയ്യാനും പറ്റില്ല. അതെ അതെ അതെ. അപ്പൊ അവിടെ തന്നെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആവുകയാണ്. നമ്മൾ. അപ്പൊ നമുക്ക് ആശ്രയിക്കേണ്ടി വരും, വീണ്ടും വീട്ടുകാരെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇവിടെ പൊതുവെ സൊസൈറ്റി വൈസ് എങ്ങനെയാണ്? പലരും സപ്പോർട്ടീവ് ആണോ ചുറ്റിലും, അതോ എങ്ങനെയാണ് ഈ ഒരു സ്റ്റുഡന്റ് കാറ്റഗറിയിലുള്ള ലൈഫ്? കാരണം ഞാൻ അങ്ങനെ വന്ന ഒരാളല്ല, അതുകൊണ്ടാണ് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഇവിടെ ആരും സപ്പോർട്ടീവ് അല്ല. ഇവിടെ എല്ലാവരും വർക്ക് ലൈഫാണ് ഇവിടെ മൊത്തം.
ഒരു ടൈം ടേബിൾ ലൈഫായിട്ട് അങ്ങനെ പോവുകയാണ്. ഇന്ന സമയത്ത് എണീക്കുക. ഇതിന്റെ ഇടയിൽ ആർക്കും ആരുടെയും കാര്യം നോക്കാനൊന്നും സമയമില്ല. ആരും നമ്മളെ ഒരിടത്തും എത്തിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ ഒരു കൈ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഇല്ല. ആരും നമ്മളെ സഹായിക്കില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ ദൈവവും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വിശ്വാസത്തോട് കുഴപ്പമില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ലൈഫ് സ്ട്രഗിൾ ഉണ്ടാകാം, അത് എവിടെ പോയാലും ഉണ്ടാകാം, അത് എവിടെയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ കാൽക്കുലേഷനോടെ വരിക, ഇന്നായാലും എന്നായാലും വന്ന് രക്ഷപ്പെടണം എന്നുള്ളവൻ അതെ. നമ്മളൊരു മാനസിക ഇതായിട്ട് വരിക, മനസ്സിനൊരു ധൈര്യവും കൊടുത്തു വരിക, അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് വന്നാലും നേരിടാനുള്ള, ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കറപ്പോട് കൂടി വരിക, കാര്യങ്ങൾ നടന്നു പോയിക്കോളും. അപ്പൊ എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിലാണ് കാര്യം. എന്തായാലും അടിപൊളി ശരത്, താങ്ക് യു. നമുക്കൊരു നല്ലൊരു ടോക്ക് നമുക്ക് സംസാരിക്കാം. വീണ്ടും ഒരു ടോപ്പിക് ഒക്കെ കൊണ്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം.